ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ടാലി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പഠിക്കുവാൻ വേണ്ടി ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് +2 കൊമേഴ്സ്, BCom, MCom, MBA, CA, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇത് കൂടുതലും പ്രയോജനം ചെയ്യും. അതുകൂടാതെ തന്നെ ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് സ്വതന്ത്രമായിട്ട് അവരുടെ ഫേമിൻ്റെ അക്കൗണ്ട്സ് ടാലി സോഫ്റ്റ്വെയർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു സീരീസ് കൂടിയാണ് നമ്മളിത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാലി ERP 9 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിയാം. GST, ആ GSTയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം എന്താണേലും എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് ടാലി പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ആദ്യമേ നമുക്കറിയാം, ടാലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐക്കൺ ഡെസ്ക്ടോപ്പിലുണ്ടാവും. ആ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഒരു ടാലിയുടെ വിൻഡോ ഓപ്പൺ ആയി വരും. നിങ്ങളിപ്പോൾ കാണുന്നത് ടാലിയുടെ വിൻഡോയാണ്. ആദ്യത്തെ വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം, ടാലിയുടെ ഫസ്റ്റ് വിൻഡോ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? സ്ക്രീൻ കമ്പോണൻസ് ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് മെനു കമ്പനി ഇൻഫോ മെനു, അതിൽ സെലക്ട് കമ്പനി, ലോഗിൻ ആസ് റിമോട്ട് യൂസർ, ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ കിറ്റ്, ഇത്രയും കാര്യങ്ങളുണ്ട്. സെലക്ട് കമ്പനി നിലവിൽ നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്തേക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടിയാണ് സെലക്ട് കമ്പനി എന്ന് പറയുന്നത്. ലോഗിൻ ആസ് റിമോട്ട് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ഫേം വലിയൊരു ഫേം ആണെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാവും, ഹെഡ് ഓഫീസ് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ് ലോഗിൻ ആസ് റിമോട്ട് യൂസർ എന്ന് പറയുന്നത്. ക്രിയേറ്റ് കമ്പനി, നമ്മൾക്കൊരു അക്കൗണ്ടിങ് റിലേറ്റഡ് വർക്ക് നമ്മുടെ ഫേമിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ബാക്കപ്പ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദിവസവും നമ്മൾ ബാക്കപ്പ് ചെയ്യണം. അപ്പോൾ ബാക്കപ്പ് നമ്മളൊരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് നമ്മുടെ ഡേറ്റയുടെ ഒരു ബാക്കപ്പ് എടുത്തു വെക്കുന്നു, സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. റീസ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം നമുക്ക് വീണ്ടും സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് റീസ്റ്റോർ. ക്വിറ്റ് അറിയാമല്ലോ, ക്വിറ്റ് ചെയ്യാനുള്ളത്. ഇനി ടാലി സോഫ്റ്റ്വെയർ നമ്മൾ കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കൂടുതലും ചെയ്യേണ്ടത്. മൗസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം, എങ്കിലും കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കീബോർഡ് സ്കില്ല് കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. ഇതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ലെറ്റേഴ്സ് ഉണ്ട്, SLCBR, കണ്ടോ? അതിൽ C എന്നുള്ള ലെറ്റർ ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്രിയേറ്റ് കമ്പനി എന്നുള്ളതിലേക്ക് പോകും. അപ്പോൾ C എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്തു, എന്ത് വന്നു? ക്രിയേറ്റ് കമ്പനി. ആ ക്രിയേറ്റ് കമ്പനിയിലെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം ഡയറക്ടറി, ഈ ടാലി ERP 9/data. അപ്പോൾ ഈ എന്നുള്ള ഡ്രൈവിൽ ടാലി ERP 9 എന്നുള്ള ഫോൾഡറിൽ ഡേറ്റ എന്നുള്ള ഫോൾഡറിലാണ് നമ്മുടെ കമ്പനിയുടെ സേവ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഡെമോ എന്നുള്ള ഒരു പേര് കൊടുക്കുന്നു, ഡെമോ ആൻഡ് കമ്പനി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മെയിലിംഗ് നെയിം ഡെമോ ആൻഡ് കമ്പനി എന്ന് തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ചില ബ്രാഞ്ചുകളും ചില ഹെഡ് ഓഫീസുകളും ഒക്കെ ഉള്ളപ്പം ഒരേ പേരിൽ തന്നെയാണ് നെയിമെങ്കിലും ഏതാണ് എന്നുള്ളത് സ്പെസിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് റിപ്പോർട്ടിൽ നമ്മളൊരു ഇൻവോയ്സ് എടുക്കുമ്പം അതിൻ്റെ ടൈറ്റിലിൽ നമ്മുടെ കമ്പനിയുടെ പേര് വരണം. ആ കമ്പനിയുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിലിംഗ് നെയിമിൽ എന്താണ് സ്പെസിഫിക്കേഷൻ അതായിരിക്കും അവിടെ ഉണ്ടാവുക. ദെൻ അഡ്രസ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. അഡ്രസ്സ് തൊട്ട് ആ കൺട്രി വരെയുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടം വരെ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് 1 കോട്ടയം എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് കൺട്രി എന്ന് ചോദിക്കും. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് കൺട്രീസ് കാണാം. ഇത്രയും ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട് ഇവിടെ. ഈ ലിസ്റ്റ് ഓഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക്, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നമ്മുടെ ടാലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ബേസിലാണ്? ഒരു ഗ്ലോബൽ വൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഏത് രാജ്യക്കാർക്കും അവരുടെ കറൻസിയിൽ അവരുടെ അക്കൗണ്ടിങ് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാലി സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്. പുതിയൊരു കൺട്രി വരുവാണെങ്കിൽ അവിടെ ന്യൂ എന്ന് കൊടുത്തിട്ട് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇന്ത്യയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ് ആണ്. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ്, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ നമ്മുടെ ഫേം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ KE എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ കേരള എന്നുള്ള സെലക്ഷൻ വന്നു, എൻ്റർ ചെയ്യുന്നു. ദെൻ പിൻകോഡ് നമ്മൾ കൊടുക്കുന്നു. ആ പിൻകോഡ് നമുക്കിഷ്ടമുള്ള നമ്മുടെ ഫേമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഫോൺ നമ്പർ, ദെൻ മൊബൈൽ, ഫാക്സ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, ഇത്രയും കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ 2020-21 ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്നത് തന്നെയായിരിക്കും 1 April 2020 തന്നെയായിരിക്കും. ബുക്സ് ബിഗിനിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണല്ലോ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്. ബുക്സ് ബിഗിനിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2020 ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ചിലപ്പോൾ ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണെങ്കിൽ ആ ബുക്സ് ബിഗിൻ ചെയ്യുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത് സെക്യൂരിറ്റി കൺട്രോൾ ആണ്. ടാലിയുടെ ഒരു വലിയൊരു ഫീച്ചറാണ് ടാലി വോൾട്ട് പാസ്വേഡ് ആൻഡ് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ. നിങ്ങൾക്ക് തന്നെ താഴെ കാണാം 2 ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇത് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. താഴെ വന്നു ബേസ് കറൻസി ഇൻഫർമേഷൻ. ബേസ് കറൻസി സിമ്പിൾ നമുക്കറിയാം. നമ്മുടെ കറൻസി സിമ്പിൾ ഫോമൽ നെയിം INR എന്നാണ്. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട് നോ കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ എമൗണ്ടിന് ശേഷം അല്ലല്ലോ INR എന്നോ അല്ലെങ്കിൽ റുപ്പീ സിമ്പിൾ ഇടുന്നത്, നമ്മൾ അതിന് മുമ്പല്ലേ, അതുകൊണ്ടാണ് അത് നോ ചെയ്തിരിക്കുന്നത്. ഇനി ആഡ് എ സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ. നമ്മൾ റുപ്പീസ് എമൗണ്ട് എഴുതുമ്പോൾ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സ്പേസ് ആണ് അവിടെ വന്നേക്കുന്നത്. ദെൻ ഷോ എമൗണ്ട് ഇൻ മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ, നമ്മൾ ലാക്സ് ആൻഡ് ക്രോർസിലാണ് പറയുന്നത്. അതുകൊണ്ട് ആ മില്യൺ എന്നുള്ളത് മറ്റുള്ള രാജ്യത്തുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് ഏസ് ആകുന്നത്. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മുടെ എമൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. ദശാംശ കഴിഞ്ഞിട്ടുള്ള 2 സ്പേസ്, അത് 2 എണ്ണമാണ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ വേർഡ് റെപ്രസെൻറ്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ. നമ്മൾ രൂപയും അതുകൂടാതെ പൈസയും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2 ഡെസിമൽ വരുന്ന ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പൈസ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ്. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടാണ് വന്നത്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റർ ചെയ്യാം അല്ലെങ്കിൽ Y എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യാം. ഞാൻ എൻ്റർ കീ തന്നെ പ്രസ് ചെയ്യുന്നു. എന്ത് വന്നു? ഒരു കമ്പനി ക്രിയേറ്റ് ആയി വന്നു. ഇതാണ് ടാലിയുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് ഗേറ്റ് വേ ഓഫ് ടാലി. അപ്പോൾ ടാലിയിലെ മെയിൻ മെനുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ ബട്ടൺ പാനൽ കുറച്ച് വന്നിട്ടുണ്ട്, ബട്ടൺസ് ഒക്കെ വന്നിട്ടുണ്ട്. F1 സെലക്ട് കമ്പനി കണ്ടോ. F1 താഴെ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഫങ്ഷൻ കീ ആണ് ടാലിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ കൂടെ കീ കോമ്പിനേഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് കീബോർഡിലെ ഫങ്ഷൻ കീസാണ് നമ്മുടെ ഓരോ മെനുവിലേക്കും പോകുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കൺട്രോളും ഓൾട്ടും ഉപയോഗിച്ചിട്ടുള്ള കീ കോമ്പിനേഷൻസും ഉണ്ട്. F1 താഴെ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മീൻസ് ഓൾട്ട് F1. ഒരു ലൈൻ ആണെങ്കിൽ എന്ത് കീ ആണ് അതിൻ്റെ കീ കോമ്പിനേഷൻ? ഓൾട്ട് ആണ്. 2 ലൈൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ കൺട്രോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ മെനു എന്താണ്? ഗേറ്റ് വേ ഓഫ് ടാലി. ആ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, യൂട്ടിലിറ്റീസ്, റിപ്പോർട്ട്, ഇങ്ങനെ 4 ഹെഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ കീ കോമ്പിനേഷൻസ് എന്നൊക്കെയുള്ളത് നോക്കാം. F1 ഞാൻ ഈ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് F1 പ്രസ് ചെയ്യുവാണ്. എന്താണ് എനിക്ക് വന്നേക്കുന്നത്? സെലക്ട് കമ്പനി. അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ കമ്പനീസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിറ്റാണ്. ഓൾട്ട് F1 ഞാൻ ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓഫായി. അപ്പോൾ ഒരു കമ്പനി ഓഫ് ചെയ്യാനുള്ള കീ ഏതാണ്? ഓൾട്ട് F1. വീണ്ടും നമുക്ക് ആ കമ്പനി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ S എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്തു, സെലക്ട് കമ്പനി വന്നു. എൻ്റെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഡെമോ എന്നുള്ളതായിരുന്നു. ആ ഡെമോ ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തപ്പോൾ ആ കമ്പനി ഓപ്പൺ ആയി വന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡേറ്റ് 1 April ഇല്ലേ. നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ചേഞ്ച് ചെയ്ത് ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കീ ആണ് F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേറ്റിലേക്ക് മാറും. കണ്ടോ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു? മേളിൽ ഡേറ്റ് 2 എന്ന് വന്നു. വീണ്ടും F2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആവും. ഞാൻ 1 കൊടുക്കുന്നു, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 April തന്നെ വരും. പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള കീ ആണ് ഓൾട്ട് F2. കാരണം എന്താണ്? ഇവിടെ F2 താഴെ ഒരു ലൈൻ ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? ഓൾട്ട് F2 ആണ്.
2020-21 ഫിനാൻഷ്യൽ പീരീഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫിനാൻഷ്യൽ പീരീഡ് ഏതാണ്? 21-22 ആ 21-22 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫിനാൻഷ്യൽ ഇയറിലെ ക്ലോസിംഗ് എല്ലാം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ഓപ്പണിംഗ് ആയിട്ട് മാറും. അതിനുവേണ്ടിയാണ് ഈ പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള കീ കൊടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഡെമോ ആൻഡ് കമ്പനിയാണ് കൊടുത്തേക്കുന്നത്. ആ കമ്പനി ഇൻഫോർമേഷനിൽ എന്തെങ്കിലും ഓൾട്രേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കമ്പനി ഇൻഫോർമേഷൻ മെനുവിലേക്ക് പോകാം. കണ്ടോ, അതിൻ്റെ കീ എന്താണ്? Alt F3. Alt F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓൾട്ടർ എടുക്കുക, ഡെമോ ആൻഡ് കമ്പനി വരും, എൻ്റർ ചെയ്യുക. എനിക്ക് ഏത് ഭാഗമാണ് എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടത്. ഇവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാം, ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. ആ രീതിയിൽ നമുക്കിവിടെ കൊടുത്തിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം? എൻ്റർ ചെയ്ത് നേരെ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓൾട്രേഷൻ ഇവിടെ വരും. വീണ്ടും ആ കമ്പനിയിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നു, ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു, കമ്പനി ഇൻഫോ വരും, വീണ്ടും ഒന്നുകൂടെ എസ്കേപ്പ് ചെയ്യുന്നു, എന്ത് വന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു. ഇനി താഴെ F11 ഫീച്ചേഴ്സ്. F11 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലി കമ്പനി ഓപ്പറേഷൻ ഓൾട്രേഷൻസ് എന്നാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. F11 പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മെനു വന്നു. കണ്ടോ, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, ഇൻവെൻട്രി ഫീച്ചേഴ്സ്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. ഞാൻ ജസ്റ്റ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഒന്ന് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പം ഇതിൻ്റെ ടോപ്പിൽ കണ്ടോ, നോക്കിയേ, കമ്പനി ഓപ്പറേഷൻ ഓൾട്രേഷൻ. കണ്ടോ, കമ്പനി ഓപ്പറേഷൻ ഓൾട്രേഷൻ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസിന് വേണ്ടി ഇതിനകത്ത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്കൊന്നും വരുന്നില്ല. ഇതൊക്കെ ഓരോ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമ്മളിതെല്ലാം പഠിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എസ്കേപ്പ് ചെയ്യുന്നു. ഇൻവെൻട്രി ഫീച്ചേഴ്സ്. ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പനി ഫീച്ചേഴ്സ് ആണ് അതും. അപ്പോൾ ഇൻവെൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ നമ്മുടെ ഇപ്പോഴത്തെ GST, VAT, TDS, CST തുടങ്ങിയ സർവീസ് ടാക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. കമ്പനി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ഓപ്പറേഷൻസ് ഓൾട്രേഷൻ ആണ്. ദെൻ F12 കോൺഫിഗറേഷൻ. F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യണം. കണ്ടോ, ജനറൽ, ന്യൂമറിക് സിമ്പൽ, അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി, വൗച്ചർ എൻട്രിയിൽ എന്തൊക്കെ കോൺഫിഗർ ചെയ്യണം, ഇൻവോയ്സിൽ എന്തൊക്കെ കോൺഫിഗർ ചെയ്യണം, ബാങ്കിങ്ങിൻ്റെ അകത്ത് പേറോളിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യണം, പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ ഓരോ ഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള കോൺഫിഗറേഷനാണ്. അപ്പോൾ F11 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരാനും. F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ക്രീൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും കൂടെ ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമ്മൾ വന്നു. ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നത് ടാലിയിലെ മെയിൻ മെനു. ഓക്കെ, ഞാൻ അക്കൗണ്ട്സ് ഇൻഫോയാണ് ഫസ്റ്റ് ഇവിടെ സെലക്ട് ആയി നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് അക്കൗണ്ട്സ് ഇൻഫോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഗ്രൂപ്പ്, ലെഡ്ജർ. ഓക്കെ, അപ്പം ഗ്രൂപ്പ് എന്താണ്, ലെഡ്ജർ എന്താണ് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഗ്രൂപ്പ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ. അതിൽ തന്നെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം: ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. ഓൾട്ടർ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. കമ്പനി ഓൾട്രേഷൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തായിരുന്നു കമ്പനി ഓൾട്രേഷൻ. ഓൾട്രേഷൻ മീൻസ് ചേഞ്ചസ് അല്ലേ. ക്രിയേറ്റ് ഫോർ ക്രിയേറ്റ്, ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാനും പറ്റും. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പിൽ നിലവിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡെമോ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാലിയിലെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് മൾട്ടിപ്പിൾ ഗ്രൂപ്പിലേക്ക് ഡിസ്പ്ലേയിലേക്ക് ഒന്ന് പോവുകയാണ്. ആ ഡിസ്പ്ലേയിൽ വന്നിട്ട് ഓൾ ഐറ്റംസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടോട്ടൽ 1 to 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. 28 അക്കൗണ്ട്സ് ഗ്രൂപ്പിൽ 15 നമ്പർ പ്രൈമറി ഗ്രൂപ്പ്, ബാക്കി 13 സബ് ഗ്രൂപ്പാണ്. ഇങ്ങനെ ടോട്ടൽ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള ലെഡ്ജറുകൾ വരുമ്പോൾ ആ ലെഡ്ജറുകൾ ഏത് ഗ്രൂപ്പിലാണ് വരണ്ടേ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് അക്കൗണ്ടിങ് ബേസിക്സ് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളിനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ അക്കൗണ്ടിങ് ബേസിക്സ് നമ്മൾ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് ബേസിക്സിൻ്റെ കുറച്ച് ഭാഗം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ സിമ്പിളായിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം.
എങ്കിലും ഞാൻ ഈ ഒരു 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. ക്യാപിറ്റൽ നമുക്കറിയാം, ഒരു ഫേമിന് ആവശ്യമായിട്ടുള്ള മൂലധനം ക്യാപിറ്റൽ ഉണ്ടാവണം. ലോൺസ് വരുവാണെങ്കിൽ ലോൺസ് എന്നുള്ള ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. അതിനകത്ത് കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ഫിക്സഡ് അസറ്റ്സ് വരികയാണെങ്കിൽ ഫിക്സഡ് അസറ്റിൻ്റെ ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, കറണ്ട് അസറ്റ്, ബ്രാഞ്ച് ഓർ ഡിവിഷൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത്, മിസലേനിയസ് എക്സ്പെൻസസ്, അസറ്റ്സ്, സസ്പെൻസ് അക്കൗണ്ട്, സെയിൽസ് നമുക്കറിയാം എല്ലാ സെയിൽസ് ഹെഡുകളും ഏതിനകത്ത് വരും, ഈ സെയിൽസ് ഗ്രൂപ്പിലേക്ക് വരും. അതേപോലെ പർച്ചേസ്, ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത്രയും എന്താണെന്ന് ഞാൻ പറഞ്ഞു, 15 എണ്ണം പ്രൈമറി ഗ്രൂപ്പാണ്. ഇനി ആദ്യം നമ്മൾ കണ്ട ക്യാപിറ്റലിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ് റിസർവ് ആൻഡ് സർപ്ലസ്. രണ്ടാമത്തെ ലോൺസ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ബാങ്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, സെക്യൂർഡ് ലോൺ ആൻഡ് സെക്യൂർഡ് ലോൺ. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഏതൊക്കെയുണ്ട്? 3 എണ്ണമുണ്ട്. അത് ഇതിൻ്റെ അണ്ടറിലാണ്? കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ്. ബാക്കി 6 എണ്ണം കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഇങ്ങനെ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം ടാലിയിൽ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ്. ആ 28 അക്കൗണ്ട്സ് ഗ്രൂപ്പിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 15 പ്രൈമറി ഗ്രൂപ്പും അതുകൂടാതെ 13 സബ് ഗ്രൂപ്പുമാണ് ഉണ്ടാകുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് നമ്മളിനി പറയാൻ പോകുന്നത്, ഞാനിപ്പം ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. ആ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നത് മെയിൻ മെനു ആണ്. അതുകൂടാതെ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കാണാം. നമ്മളിവിടെ അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു ഇല്ലേ? അടുത്തത് ലെഡ്ജറാണ്. ആ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 28 അക്കൗണ്ട്സ് ഗ്രൂപ്പും ഉണ്ടാവും, 2 ലെഡ്ജറും ഉണ്ടാവും. ആ 2 ലെഡ്ജറാണ് നിങ്ങൾ കാണുന്നത്, ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാക്കിയുള്ള ലെഡ്ജറുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജർ, സിംഗിൾ ലെഡ്ജറിൽ ക്രിയേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെയിം, അണ്ടർ, കണ്ടോ ഈ അണ്ടറാണ് ഞാൻ നേരത്തെ കാണിച്ച 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ്. ഞാനിവിടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്യാപിറ്റൽ അണ്ടർ ഏതിനാണ്? കണ്ടോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് വന്നുകൊണ്ടോ, അതിൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് അത് സെലക്ട് ചെയ്യണം. നേരെ അത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് SBI ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എങ്കിൽ SBI കൊടുത്തു. അണ്ടർ എന്ത് കൊടുക്കണം? ബാങ്ക് അക്കൗണ്ട്. ഞാൻ B എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്തു, BANK എന്ന് കൊടുത്തിട്ട് ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC, ബ്രാഞ്ച് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, സേവ് ചെയ്യുക. ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, അടുത്ത ഫർണിച്ചർ കൊടുത്തു. ഫർണിച്ചർ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഫിക്സഡ് അസറ്റ്. അപ്പോൾ F പ്രസ് ചെയ്തപ്പോൾ അവിടെ ഫിക്സഡ് അസറ്റ്സ് വന്നു. ദെൻ സേവ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ലെഡ്ജറും ഏതിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ അത് തീർച്ചയായും ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ അതുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ് ബേസിക്സിനാണ് നമുക്കിനി അടുത്ത പ്രാധാന്യം നൽകേണ്ടത്. അപ്പം ടാലിയിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞു തന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എപ്പിസോഡുകൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ അടുത്തടുത്ത എപ്പിസോഡുകളുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ടാലിയിലെ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.